അതിഥിയായിട്ട് ഒരു മുഖവരുടെ ആവശ്യമില്ല. ഒരു മുഖവരുടെ ആവശ്യമില്ല. കലോത്സവത്തിന് എന്തിന് വന്നു എന്നുള്ള ചോദ്യം ഇല്ല. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നുള്ള കാര്യങ്ങൾ മാത്രം അവിടെ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ്? അല്ല, യുവജനോത്സവങ്ങൾ മുടക്കാറില്ല. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാകുന്നത് മുമ്പ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് മത്സരാർത്ഥിയായി സ്കൂളുകളിൽ നിന്നും യുവജനോത്സവ വേദികളിലേക്ക് പോയേ തുടങ്ങിയതാണ്. അപ്പോൾ ആ അനുഭവം അതിൻ്റെ നല്ല ഓർമ്മയുണ്ടായതുകൊണ്ട് എല്ലാ യുവജനോത്സവങ്ങളും പറ്റുന്ന അത്രയും സമയമൊക്കെ ഒന്ന് പോയി കണ്ട് ആ സന്തോഷമൊക്കെ ഒന്ന് അനുഭവിച്ച് പോകാറുണ്ട്. ഓർമ്മയുണ്ട്. ടീച്ചർമാരുടെ കൂടെ അവരെ കൈയും പിടിച്ച് ഉപജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പോയ അനുഭവമുണ്ട്. എങ്ങനെയാണ് ഇപ്പോ തിരുവനന്തപുരത്തേക്ക് 9 വർഷത്തിന് ശേഷം കലോത്സവം വരികയാണ്? കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജില്ലയിലാണ് കലോത്സവം. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സംഘാടനമൊക്കെ വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ വർഷം ഞാനും ശ്രീ പരവൂർ സജീവും ഒക്കെ ഒരുമിച്ച് കൊല്ലത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ യുവജനോത്സവത്തിൻ്റെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാൻ KPSTക്കാരോടൊപ്പം ഏതാണ്ട് 1 മാസത്തോളം യുവജനോത്സവം തുടങ്ങി അവസാനിക്കുന്നത് വരെയും മുഴുവൻ സമയവും രാവിലെ മുതൽ പുലർച്ചെ 4 മണി വരെ അവസാനം വന്ന മത്സരാർത്ഥിക്കും ഭക്ഷണം കൊടുത്തിട്ട് ഉറങ്ങാൻ പോയ അനുഭവമാണ്. അതിന് ടെൻഷനും ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു ടെൻഷനും ഇല്ലാതെ കൂളായി ആസ്വദിക്കാൻ പറ്റുന്നു. കഴിഞ്ഞ തവണ ഒരു സ്റ്റേജിലും പോകാൻ പറ്റിയില്ല, ഒരു പരിപാടിയും കണ്ടില്ല. നമ്മൾ ആകെ സ്റ്റേജിൽ കയറിയത് മമ്മൂട്ടി വന്ന സമാപന യോഗത്തിലാണ്. ഇത്തവണ പരിപാടി ഒരുപാട് വേദിയിലൊക്കെ പോയോ? ചില മത്സരങ്ങളൊക്കെ കാണാൻ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. തിരുവാതിര മത്സരം കണ്ടു, അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പോ പാട്ടൊക്കെ പാടുന്ന ആളല്ലേ, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് തീർച്ചയായിട്ടും MLA പാട്ടില്ലാതെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വേണമെങ്കിൽ പിള്ളേര് പഞ്ചവാദ്യവും ശിങ്കാരിമേളവും ഒക്കെ റെഡിയാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സെറ്റാക്കാം. അപ്പുറത്തെ എല്ലാം കളിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ അതിന്റെ ഇതിലെങ്ങനെ പാടും എന്നുള്ളതാണ്. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയത് നമ്മുടെ PCR പുറത്തു പോകുന്ന ഔട്ട് വളരെ ക്ലിയർ ആയിരിക്കും. ലൈവ് പോവാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ പിന്നെ പാടാൻ പറഞ്ഞാൽ ലൈവ് പോകുമ്പം പാടാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പാടാൻ പോരുമ്പോഴേ മലരെ മൗനമ അപ്പുറത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ പാട്ട് പാടാൻ വരുമ്പോഴേ അപ്പൊ തൊട്ടപ്പുറത്ത് മലരെ മൗനമ. സിനിമാ പാട്ടായാലും അല്ലെങ്കിൽ കവിതയായാലും മതി. അതായത് അതാണ് തീർച്ചയായിട്ടും പറയുന്നതന്നെയല്ല, അപ്പുറത്ത് ഒച്ച നൃത്തം, ഇവിടെ വേറെ പാട്ട്, മൊത്തത്തിൽ പലതരത്തിലുള്ള പാട്ടും ഡാൻസുമായി നിറഞ്ഞു നിൽക്കുക. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മുടെ PCR പുറത്തു പോകുന്ന ഔട്ട് വളരെ ക്ലിയർ ആയിരിക്കും. MLA പാട്ട് മാത്രമേ കേൾക്കുള്ളൂ. താനേ പൂവിട്ട മോഹം മൂകം ഇതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമ ഗാനം ശാന്തനൊമ്പരമായി. ഇത്രയൊക്കെ പറ്റുമെന്ന് ഒരു ജനപ്രതിനിധിക്ക് ഇത്രയൊക്കെ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പിള്ളേരോട് കൊട്ടാൻ പറയട്ടെ, MLAക്ക് വേണ്ടി പാടാൻ. വേണ്ട, പിള്ളേര് കൊട്ടും, നമ്മളൊരു വഴിക്കൂടെ എല്ലാം കണ്ടങ്ങ് പോകും. എങ്ങനെയായി നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് അതീതമായി ഈ സംഘടനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലും ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിന് ഒരിക്കലും രാഷ്ട്രീയം കാണാറില്ല. നമുക്കറിയാം, പല അധ്യാപക സംഘടനകളും ഓരോ അധ്യാപക സംഘടനകൾക്ക് ഓരോ ചുമതലയാണ്. KPSTക്ക് പ്രോഗ്രാമാണ്, KSTക്ക് ഫുഡാണ്, മറ്റധ്യാപക സംഘടനകൾക്ക് ലൈറ്റ്, സൗണ്ട്, മീഡിയ, സ്റ്റേജ്, അതെല്ലാം ഉണ്ട്. അപ്പം നമ്മളിതിൽ രാഷ്ട്രീയം
ഓർത്തതിന്റെ കാരണം വേറൊന്നുമല്ല, ഇത് കുട്ടികളുടെ ഉത്സവമാണ്. അതെ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിൽ രാഷ്ട്രീയം കലർത്തിയ പാവം കിട്ടും. അതെ 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 അതെ. തീർച്ചയായിട്ടും അല്ലേ? ഏതായാലും എന്തായാലും ഇനി ഒരു പാട്ട് കൂടി പാടാനുള്ള സമയം MLA കൊണ്ടുപോവോ? ശബ്ദമില്ല, ഭയങ്കര ബഹളമാണ്. നമ്മൾ അധികം ബുദ്ധിമുട്ടിപ്പിക്കാൻ ബഹളം പാടില്ല. means വളരെ തിരക്കുള്ള മനോഹരമായ നൃത്തം, മനസ്സിലായി. അതെ അതെ അതെ. മനോഹരമായ പാട്ട്, അതെ, അതെ. ഇതൊക്കെ അറിയാവുന്നവർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയുണ്ടോ രാജേഷ്? അങ്ങനെ പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമേ നമുക്ക് ഇല്ല. എപ്പോഴും നിങ്ങളെ പോലുള്ള ആൾക്കാർ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു പ്രചോദനമാവുന്നതാണ്. അതെ, അതെ. കുട്ടികൾക്ക് നിങ്ങൾ അവസരം കൊടുക്കാൻ, പ്രത്യേകിച്ച് അമൃത ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എല്ലാ മേഖലയിലും സജീവ സാന്നിധ്യമാണ്. അവർക്ക് ഏത് തലത്തിലുള്ള ആൾക്കാരെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ടിവിയിലൊക്കെ ഇവരെ സ്ഥിരമായി കാണുന്ന കുട്ടികളാണല്ലോ അതെ, അതെ, MLA അതെ. പോലുള്ളവരൊക്കെ. അവർക്ക് അപ്പൊ അത് കാരണം അവർക്ക് ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അമൃത ടിവിക്ക് എല്ലാ അമൃത ടിവിയുടെ Thank you, പ്രേക്ഷകർക്കൊപ്പം thank you. ചേർന്നതിന് നന്ദി.